പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ 2024 അധ്യയന വർഷം MBBS അഡ്മിഷനുമായി ബന്ധപ്പെട്ട എൻട്രൻസ് എക്സാം, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, നീറ്റ് UG 2024 ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നു. നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, 2024 അധ്യയന വർഷം നീറ്റ് UG 2024 മെയ് 5-ാം തീയതി ആയിരിക്കും എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ നൽകുവാനുള്ള അവസാന തീയതി മാർച്ച് 9 എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മാർച്ച് 9 വരെ നമുക്ക് ഓൺലൈനായി ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കും. ആപ്ലിക്കേഷൻ നൽകുവാനുള്ള വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മുൻ വർഷങ്ങളിൽ ആപ്ലിക്കേഷൻ സ്വീകരിച്ച വെബ്സൈറ്റ് അല്ല ഇത്തവണ നമുക്ക് നീറ്റ് UG ആപ്ലിക്കേഷൻ നൽകാനുള്ളത്. പുതിയ വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. മാർച്ച് 9 തീയതി രാത്രി 11:50 വരെയാണ് ഫീസ് അടയ്ക്കാൻ അവസരമുണ്ടാവുക എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫീസ് ജനറൽ കാറ്റഗറിക്ക് 1700 രൂപയായിരിക്കും. OBC EWS വിഭാഗത്തിന് 1600 രൂപയും, ST ST ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് 1000 രൂപയുമായിരിക്കും ഫീസായി അടയ്ക്കേണ്ടത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2024 അധ്യയന വർഷം രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റ് UG 2024 അപ്പിയർ ചെയ്യേണ്ടതാണ്. ഈ വർഷം MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്ക്, ജോലി സംബന്ധമായ അറിയിപ്പുകൾക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കും ജോലി സംബന്ധമായ അറിയിപ്പുകൾക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.